സത്കർമ്മങ്ങൾ ചെയ്തിടുക ദുഷ്കർമ്മമായി ഫലിച്ചിടും എന്നാണ്. ബിസിനസ് ചെയ്യുന്നവരും അതോടൊപ്പം തന്നെ കർമ്മ മേഖലയിലുള്ളവർക്കൊക്കെ വളരെയധികം നല്ലതാണ്. നമസ്കാരം, ശ്രീനാഥ് നമ്പൂതിരിയാണ്. 2026 വ്യാഴമാറ്റത്തെ തുടർന്ന് അനവധി ആൾക്കാർ ചിന്തിക്കുകയാണ് കാലം മാറി വരികയാണ്. അങ്ങനെ പല പല വീഡിയോകളിലും നമ്മൾ കേട്ട് കഴിഞ്ഞു. വ്യാഴമാറ്റം എന്നുള്ളത് പല കൂറുകാർക്കും പല നാളുകാർക്കും വളരെയധികം ഭാഗ്യങ്ങളെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. എങ്കിൽ പല ആൾക്കാരും വിളിക്കുമ്പോൾ ചോദിക്കുന്നതാണ്, എനിക്കും അത് മാറ്റം കാണുന്നില്ലല്ലോ, ഇപ്പോൾ 1 മാസം ആയല്ലോ, ഏതാണ്ട് ഇന്നിപ്പോൾ ജൂലൈ 10 കൂടിയിട്ടായിട്ടുണ്ട്. ഏതാണ്ട് 1 മാസം കഴിഞ്ഞിട്ടും ഈ വ്യാഴത്തിൻ്റെ ഒരു അനുകൂല സ്ഥിതി വരാത്ത പല ആൾക്കാരും നമ്മെ വിളിക്കാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ ഒരു വീഡിയോ. വ്യാഴം എന്നുള്ളത് ആ കർക്കടക ക്ഷേത്രത്തിലേക്ക് അത്യുച്ച സ്ഥിതനായിട്ട് മാറിയിരിക്കുകയാണ്. സർവേശ്വരകാരകനായ വ്യാഴം എന്നുള്ളത് ഈ ലോകത്തിന്റെ തന്നെ പ്രപഞ്ച സത്യം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അത്രയധികം വിശേഷപ്പെട്ട ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ ജീവിതത്തിലും വ്യാഴത്തിന്റെ മാറ്റം എന്നുള്ളത് നല്ലതുപോലെ സ്വാധീനിക്കും എന്നുള്ളതിൽ സംശയമില്ല. എങ്കിൽ ആ വ്യാഴമാറ്റത്തെ വേണ്ടതുപോലെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് ഈ വ്യാഴം എന്നുള്ളത് ഓരോരുത്തരുടെ രാശിക്ക് അതാത് മേഖലകളിൽ ഏതേത് ജീവിത ശൈലികളിലാണ് ഈ വ്യാഴം ജാതകത്തിൽ അനുകൂല സ്ഥിതി ചെയ്യുന്നത്, ജാതകത്തിൽ പ്രതികൂല സ്ഥിതി ചെയ്യുന്നത് എന്നതിനനുസരിച്ചിരിക്കും യോഗങ്ങൾ. അതിലുപരിയായി ഒരു വിശേഷം എന്നുള്ളത് ഈ വ്യാഴമാണ് എല്ലാ ഗ്രഹങ്ങളുടെയും യോഗത്തെ പൂർത്തീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യാഴം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചറിഞ്ഞതിനെ ചേർക്കാനാണ് നമുക്ക് സാധിക്കേണ്ടത്. അത്തരത്തിലുള്ള ഈ വ്യാഴം കാർത്തിക മുക്കാല് രോഹിണി മകീരത്തിന്റെ ആദ്യഭാഗങ്ങൾ അടങ്ങുന്ന ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ രാശിനാഥൻ ശുക്രനാണ്. ഈ ശുക്രൻ 3-ാം ഭാവത്തിലേക്ക് സഞ്ചരിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഇടവക്കൂറുകാർക്ക് ഈ വ്യാഴം മാറിയിരിക്കുന്നത് 3-ാം ഭാവത്തിലേക്കാണ്. 3-ാം ഭാവം എന്നുള്ളത് ഒരു അനിഷ്ട സ്ഥാനം തന്നെയാണ്. 3, 6, 8, 12 രാശികളിലാണ് അനിഷ്ടസ്ഥാനം വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നത്. അത്തരം രാശികളിൽ വ്യാഴം എന്നുള്ള സർവേശ്വരം വരുമ്പോഴാണ് എല്ലാ അനിഷ്ടതകളും പറഞ്ഞു തുടങ്ങുന്നത്. അങ്ങനെയെങ്കിൽ ഈ ശുക്രക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന കാർത്തിക മുക്കാല് രോഹിണി മകീരത്തിന്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം പൂർത്തീകരണങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ബാധ്യതകൾ, അവരുടെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കേണ്ടുന്ന ഒരു വർഷ കാലഘട്ടമാണ്. പൂർവികമായ പല കണക്കുകൂട്ടുകളുടെ അവരുടെ കർമ്മവാസനകളും പൂർത്തീകരിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് ഈ വ്യാഴം നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് കർക്കടക ക്ഷേത്രമായതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള രമ്യമായിട്ടുള്ള ഒരു ജീവിതം ഇവർക്കുണ്ടാവും. കുടുംബാംഗങ്ങളെ സഹായിക്കുന്ന ഒരു കാലഘട്ടമായി വരും. അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുമായി വിട്ടുനിന്നുള്ളവർ അടുത്തു വരുന്ന ഒരു കാലഘട്ടമാണ്. സഹോദരാദി ബന്ധങ്ങളിൽ, സഹോദര സൗഹൃദ ബന്ധങ്ങളിൽ സഹായം പല പേർക്കും ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരുന്ന ഒരു കടമ നിറവേറ്റുണ്ടെന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഇടവക്കൂറുകാർക്ക് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ആരോഗ്യ കാര്യത്തിൽ സന്ധിരോഗങ്ങളും നേത്രരോഗങ്ങളും ദന്തരോഗങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ്. അങ്ങനെയെങ്കിൽ ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ വ്യാഴത്തെ എവിടെയാണ് അനുകൂലത്തിൽ കൊണ്ടുവരാൻ സാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യാഴത്തിന്റെ ദൃഷ്ടി ചെയ്യുന്ന ഈ രാശികൾ, പ്രത്യേകിച്ച് ഈ വൃശ്ചികക്കൂറിലേക്കുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടി എന്നുള്ളത് വളരെ അനുകൂലത്തെയാണ് ഈ ഇടവക്കൂറുകാർക്ക് ചിന്തിപ്പിക്കേണ്ടത്. ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം മെച്ചപ്പെട്ട ഒരു സമാധാനം ഉണ്ടാവും. അതോടൊപ്പം തന്നെ വിവാഹാദി വിഷയങ്ങളിൽ ക്ലേശമുള്ളവർക്ക് അത് മാറി വരുന്നതും വിവാഹം ആലോചിക്കുന്നവർക്കൊക്കെ അത് തരമായി വരുന്ന ഒരു കാലഘട്ടമായിട്ടും ഈ ഒരു വ്യാഴത്തെ ചേർത്തെടുക്കാൻ സാധിക്കുന്നതാണ്. ദേവീക്ഷേത്ര ദർശനം ചെയ്യണം. അതോടൊപ്പം തന്നെ ഉമാമഹേശ്വര ക്ഷേത്ര ദർശനമൊക്കെയാണ് ഇതിന് ചെയ്യേണ്ടത്. വ്യാഴം നിങ്ങളുടെ ജാതകത്തിൽ ഏത് രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുകൂടി ഉറപ്പിക്കുമല്ലോ. അതോടൊപ്പം തന്നെ ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പിന്നീട് അവർക്ക് വരുന്നത് ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിലേക്കാണ്. അവിടെയാണ് ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി പിന്നീട് വരിക. 9-ാം ഭാവത്തിലും അതോടൊപ്പം തന്നെ 11-ാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്ന ഈ വ്യാഴം ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന 2 വിഷയങ്ങളാണ്. പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിൽ ഈ ഭാഗ്യങ്ങൾ ധാരാളം വരും. അതോടൊപ്പം തന്നെ ധർമ്മശ്ച തപശ്ച മനശ്ച, മാനസികമായിട്ടും ധാർമ്മികമായിട്ടും അതോടൊപ്പം തന്നെ അവരുടെ നിത്യജീവിതത്തിലെ ഏകാഗ്രതയും ഒക്കെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കാം ഇടവക്കൂറുകാർക്ക്. എല്ലാത്തിലും കരുതലോടുകൂടി നീങ്ങാൻ നിങ്ങൾ സാധിക്കണം. അതോടൊപ്പം 11-ാം ഭാവത്തിലുള്ള ഈ ഒരു വ്യാഴത്തിന്റെ ദൃഷ്ടി 11-ലുള്ള ശനിയുടെ ഒരു കാഠിന്യം കുറയും. ഈ ഒരു ജൂലൈ മാസം അവസാനോടുകൂടി ഈ ശനി വക്രത്തിലും കൂടി സഞ്ചരിക്കാൻ വേണ്ടി പോകുകയാണ്. എങ്കിൽ തന്നെ അത്രയധികം സാരമായ ദോഷം ഇടവക്കൂറുകാർക്ക് വരില്ല എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വൃശ്ചിക കൂറിൽപ്പെട്ടിട്ടുള്ളതായ ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി അനുകൂലപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടി ദേവീക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഉണ്ണികൃഷ്ണന് പാൽപായസം നടത്തുക, കൃഷ്ണക്ഷേത്രം, അതായത് വിഷ്ണു ഭഗവാന്റെ ആ പുത്രരൂപത്തിൽ ബാലഭാവത്തിലുള്ള രൂപമാണല്ലോ ശ്രീകൃഷ്ണ ഭഗവാന്റെ. അങ്ങനെയുള്ള ഉണ്ണികൃഷ്ണനായി കണ്ടുകൊണ്ട്, ഗുരുവായൂരപ്പനായി കണ്ടുകൊണ്ട്
നിവേദ്യാദികളും വെണ്ണ നിവേദിക്കുന്നതും നെയ്വിളക്ക് നടത്തുന്നതൊക്കെ വളരെയധികം നല്ലതാണ്. 11ാം ഭാവത്തിലുള്ള ഈ വ്യാഴത്തിന്റെ അനുകൂലം കൊണ്ട് സാമ്പത്തികമായ നഷ്ടതകളും കഷ്ടതകളും കുറക്കാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സാമ്പത്തികമായ ഇടപാടുകളിൽ, അതോടൊപ്പം തന്നെ വസ്തുവകകൾ വാങ്ങുന്നതിനും പൂർവികമായ സ്വത്തുവകകൾ ക്രയവിക്രയം ചെയ്യുമ്പോഴൊക്കെ കരുതണം എന്നാണ് ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി വരുമ്പോൾ നമുക്കതൊക്കെ ഒന്ന് അനങ്ങുന്നതായിട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു എളുപ്പത്തിൽ വരുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും. അപ്പോഴാണ് ഇതൊക്കെ നല്ലതുപോലെ ശ്രദ്ധിച്ച് നീങ്ങേണ്ടതാണ്. അത്തരത്തിൽ ഈ ഒരു വ്യാഴത്തിന്റെ കാലഘട്ടം ഏതാണ്ട് ഒരു വർഷത്തോളം തന്നെ ഈ ഒരു ഇടവക്കൂറുകാർക്ക് വളരെ അനുകൂലത്തിൽ തന്നെ കൊണ്ടുവരാൻ സാധിക്കും. എങ്കിലും 3ാം ഭാവത്തിൽ, ഈ 3ാം ഭാവം എന്നുള്ളത് വിക്രമസ്ഥാനം എന്നും കൂടിയാണ് പറയാറ്. എല്ലാത്തിൻ്റെയും ഒരു ക്രമക്കേട് വരാൻ സാധ്യതയുണ്ട് എന്നാണല്ലോ വിക്രമസ്ഥാനം എന്നുള്ള വാക്കുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുക. അപ്പൊ 3ാം ഭാവത്തിലുള്ള വ്യാഴം എന്നുള്ളത് നല്ലതായിട്ട് തന്നെ ഉള്ള പല കാര്യങ്ങളും സത്കർമ്മങ്ങൾ ചെയ്തിടുകൾ അത് ദുഷ്കർമ്മമായി ഫലിച്ചിടും എന്നാണ് പറയുക. അത്തരത്തിലുള്ള ശ്രദ്ധ നിങ്ങളുടെ ജീവിതത്തിൽ വേണം എന്ന് നിരീക്ഷിച്ചിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കുക. ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും മഹാസുദർശന യന്ത്രം ധരിക്കുന്നത് ബിസിനസ് ചെയ്യുന്നവരും അതോടൊപ്പം തന്നെ കർമ്മ മേഖലയിലുള്ളവർക്കൊക്കെ വളരെയധികം നല്ലതാണ്. 2ാം ഭാവത്തിലേക്ക് ബുധൻ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ രാശിയിൽ ആ ചൊവ്വ വളരെയധികം നല്ല യോഗങ്ങളാണ് ഇത് ചെയ്യാനും വേണ്ടി പോകുന്നത്. ഈ ഇടവക്കൂറുകാർക്ക് വളരെയധികം ഗ്രഹങ്ങളുടെ സഞ്ചാരം നോക്കിക്കഴിഞ്ഞാൽ അനുകൂലപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും അതിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. അത്തരത്തിൽ ചേർത്ത് വെക്കുമ്പോഴാണ് ഈ വ്യാഴത്തിന്റെ അനുകൂല സ്ഥിതി ഈ ഒരു വർഷം മുഴുവനായിട്ട് നിങ്ങൾക്ക് കിട്ടും. ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ ഇടവക്കൂറുകാർക്ക്.